Ideal World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് അടുത്തതായി. ഡ്യുവറ്റ് വിത്ത് ജൂനിയർ ഐഡൽ റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ഗ്രീഷ്മക്കുട്ടി. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ഗ്രീഷ്മ. ഗ്രീഷ്മ, ഹായ്. യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ആ ഫ്ലവർ ഒക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് സുന്ദരിക്കുട്ടി ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ വള്ളി എന്നുള്ള ഫിലിമിലെ സ്വർണ്ണലത മാം പാടിയ എന്നുള്ളേ എന്നുള്ളേ എന്നുള്ള പാട്ടാണ്. ഇത് ഡ്യുവറ്റ് വിത്ത് ജൂനിയർ ഐഡൽസ് ആണ്. എവിടെ നമ്മുടെ ജൂനിയർ ഐഡൽസ് ആരൊക്കെയാണ് മോളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തുന്നത്? അനാമികയും വർഷ രണ്ടുപേരുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അനാമിക ആൻഡ് വർഷ. ഹായ്. അപ്പം ഇന്ന് രണ്ടുപേരുണ്ട് അല്ലേ? സോങ്ങിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു. വർഷ റെഡിയാണല്ലോ പെർഫോമൻസിന് അല്ലേ? ഓക്കെ. അനാമിക, ഓൾ ദ ബെസ്റ്റ്. ഗ്രീഷ്മ, all the best. Let's have a look. மின்னல் ஏழும் நேரம் எங்கெங்கோ எங்கெங்கோ என் எண்ணம் போகும் தூரம் என்னுள்ளே என்னுள்ளே பல மின்னல் ஏழும் நேரம் எங்கெங்கோ எங்கெங்கோ என் எண்ணம் போகும் தூரம் நான் மெய் மறந்து மாற ஓர் வார்த்தை இல்லை கூற எதுவோ பல மின்னல் ஏழும் நேரம் எங்கெங்கோ எங்கெங்கோ என் எண்ணம் போகும் தூரம் சேர்க்கும் வண்ணம் தீ வளர்த்ததென்ன தூபம் போடும் நேரம் தோண்டி நிட்டதென்ன என்னையே கேட்டு ஏங்கினேன் என்னுள்ளே என்னுள்ளே பல மின்னல் ஏழும் நேரம் எங்கெங்கோ எங்கெங்கோ என் எண்ணம் போகும் தூரம்
വർഷ, ഗ്രീഷ്മ ആൻഡ് അനാമിക, ടെറിഫിക് പെർഫോമൻസ്, ബ്യൂട്ടിഫുൾ ആയിരുന്നു, വാക്കുകളില്ല. ശരിക്കും പറഞ്ഞാൽ ഹൃദയം തുറന്നൊരു നന്ദി പറയാണ് നിങ്ങളുടെ 3 പേരെടുത്തും. അത്ര മനോഹരമായിരുന്നു പെർഫോമൻസ്. ആൻഡ് നമ്മുടെ സിംഗിങ് ബേർഡ്സ് ഓർക്കസ്ട്ര, അവർക്ക് വലിയൊരു കൈയടി കൊടുക്കാം. ഗ്രേറ്റ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. റിമി ചേച്ചിന്ന് തന്നെ തുടങ്ങാം. റിമി ചേച്ചി. അയ്യോ, ഈ സീസൺ 2 ഇതിനു മുമ്പ് നമ്മൾ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ചില കുട്ടികൾ പാടിയിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം എൻ്റെ മനസ്സിനെ സ്പർശിച്ച, എനിക്ക് ഇത്രയും ഒരു ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു പാട്ട് ഈ സീസൺ 2 ഉണ്ടായിട്ടില്ല. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ രാജാ സാറിന്റെ പാട്ടുകളോടുള്ള എൻ്റെ ഇഷ്ടം കാരണം എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. ബാക്കി ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കുമ്പോഴേ അത് അറിയത്തുള്ളൂ. പക്ഷെ ഈ പാട്ട്, രാജാ സാറിന്റെ ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ട് കേട്ടിട്ടാണെങ്കിൽ പോലും ഈ പാട്ടിന് ഏറ്റവും മനോഹരമാക്കിയത് വർഷയും അനാമികയുടെയും നിങ്ങളുടെ 2 പേരുടെയും ആ ഒരു ഹാർമണി. നിങ്ങൾ ഭംഗിയായിട്ട്, നിങ്ങൾക്ക് വേണേൽ ചിന്തിക്കാം ഈ ഗ്രൂപ്പ് പാടാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്സ് പാടാൻ വേണ്ടി മാത്രം ഞങ്ങൾ എന്തിനു വരണം, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടിയവരല്ലേ. പക്ഷെ ആ ഒരു സംഭവമൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ആ പാർട്സ് പാടാനാണെങ്കിലും നിങ്ങൾ വന്നു, നിങ്ങൾ 3 പേരും കൂടെ അതിന്റെ ഏറ്റവും മനോഹരമായ പോർഷൻ നിങ്ങൾ പാടിയ ഹമ്മിങ്, അതുപോലെ പല്ലവിയിൽ നിങ്ങൾ മൊത്തം പാടിയേക്കുന്ന പാർട്സ് പാടിയേക്കുന്നത്, അതുപോലെ അനുപല്ലവിയിൽ മോള് കൊടുത്ത ഫീല് എന്ത് രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. വള്ളി എന്ന സിനിമയ്ക്ക് വേണ്ടി അല്ലെ, രജനീകാന്ത് അദ്ദേഹം തന്നെ കഥ എഴുതിയ സിനിമയാന്നൊക്കെ അനൂപിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. എന്തായാലും കലക്ക്, എനിക്ക് പറയാൻ വാക്കുകളിൽ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്രീഷ്മ, വർഷ ആൻഡ് അനാമിക അസലായിട്ട് പാടി കേട്ടോ. റിമിയുടെ ഒരു ഓവർവെമിങ് ആയിട്ടുള്ള ഒരു വികാര പ്രകടനം അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ പാടിയത്. അത് എന്താ പറയുക, ഇനിയിപ്പോ കൂടുതൽ ഇതിനകത്ത് ഒരു തെറ്റ് പോലും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു മോളുടെ ഇത്. അത് നിങ്ങൾ മറ്റ് ഒരു കോറസ് ബാക്കിംഗ് എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിനകത്ത് ഇടപെടുന്ന, നിങ്ങൾ 2 പേരും ഇടപെട്ടത് അത്രയ്ക്ക് ക്രിയാത്മകമായിട്ടാണ്. കാരണം ഹാർമണി ഇസ് നോട്ട് കോറസ്. കോറസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ഇന്റർലൂഡുകളായിട്ടൊക്കെ വരുന്നതാണ്. ഹാർമണി എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം പാടുമ്പോൾ. മറ്റേയാൾ പാടുന്നതല്ല ഇയാൾ പാടുന്നത്, അല്ലെങ്കിൽ മൂന്നാമൻ പാടുന്ന മറ്റൊരു ട്യൂണായിരിക്കും. അപ്പോൾ അത് ഹാർമണി മാനേജ് ചെയ്യുക, സോങ് ഉടനീളം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. അത് നിങ്ങൾ ഇത്ര ചെറുപ്പത്തിലെ തന്നെ അതിൻ്റെ ഒരു കോൺസെൻട്രേഷനോടെ പഠിച്ച് പാടുന്നു. മോൾ അതിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാൻ ഗ്രീഷ്മ വളരെ സ്വീറ്റായിട്ട് കൊണ്ടുവന്നു. എൻ്റെ എല്ലാ വരികളും എൻ്റെ ഒരു ഫീൽ പമ്പ് ചെയ്ത് തന്നെ പാടി. എൻ്റെ എല്ലാ വാക്കുകളും ഉച്ചരിക്കുന്നു. അതിൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഗുഡ് ലക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, അനാമിക ആൻഡ് വർഷ, താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ബിക്കോസ് എനിക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എപ്പോഴെങ്കിലും കുട്ടികളെ കൊണ്ട് ഈ പാട്ട് പാടിക്കണം എന്നുണ്ടായിരുന്നു. കഴിഞ്ഞ സ്റ്റേജിൽ നിങ്ങൾ കൂടെ പാടിക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഒത്തുവന്നില്ല. ഹാർമണീസ് പാടാൻ ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഈ പാട്ട് പറയാതിരുന്നത്. ഇന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഗ്രീഷ്മ പാടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അത് താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി ടു ബി യുവർ ഫ്രണ്ട് ആൻഡ് എ വെൽ വിഷർ. ആദ്യം തന്നെ എനിക്ക് പേഴ്സണലി ആസ് എ മ്യൂസിക് ലിസണർ ഏറ്റവും ഇഷ്ടമുള്ള ഗായികമാരിൽ ഒരാളാണ് സ്വർണ്ണലത മാഡം. സ്വർണ്ണലത പാടിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന പാട്ടാണ് ഇത്. ബിക്കോസ് ചേച്ചിയുടെ ആ ഒരു ബോൾഡ് സിംഗിങ്ങും അതൊക്കെ മാറ്റി നിർത്തി വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചേച്ചി പാടിയ പാട്ടാണ്. എനിക്ക് എന്നാൽ ദൈവത്തോട് പരിഭവമുള്ള ഒറ്റൊരു വിഷയം ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ദൈവത്തോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഹി ഹാസ് സർട്ടൺ പ്ലാൻസ്. പക്ഷേ സ്വർണ്ണലത എന്ന ഗായിക മരിക്കുന്നത് ലങ്സിന്റെ ഡിസോർഡറാണ്, ശ്വാസകോശത്തിലുള്ള ബുദ്ധിമുട്ടിലാണ് ആ ഗായിക മരിച്ച് നമ്മൾ വിട്ടുപോയത്. അതിനോട് മാത്രമേ എനിക്ക് ചില സമയത്ത് നമുക്ക് ദൈവത്തോട് ദേഷ്യം തോന്നുന്ന ചില അവസരങ്ങൾ. ആൻഡ് റെയർലി വി മിസ് ദിസ് സിംഗർ സോ മച്ച്. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗർ, അതും ഇത്ര ചെറിയ പ്രായത്തിൽ. അതെ, നമുക്ക് വിഷമം വരുന്നത്. നാഷണൽ അവാർഡ് വിന്നിംഗ് സിംഗർ ഓഫ് കോഴ്സ്. ആദ്യം നിങ്ങൾക്ക് 2 പേർക്കും താങ്ക്സ് പറഞ്ഞു. ആൻഡ് ഒരിക്കലും ഹാർമണി പാടുന്നത് എളുപ്പമുള്ള ഒരു ജോലിയേ അല്ല, ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ്. അത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിച്ച് വന്ന് എക്സിക്യൂട്ട് ചെയ്തതിന് താങ്ക്സ് എ ലോട്ട്. ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് യു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആൻഡ് ഈക്വലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഹാർമണി പാടുമ്പോൾ മെയിൻ മെലഡി തെറ്റിക്കാതെ പാടുക എന്നുള്ളത്. അവിടെയും തെറ്റാൻ സാധ്യതയുണ്ട്. ആൻഡ് ഗ്രീഷ്മ, ബിലീവ് മീ, യുവർ
ഫീൽ വാസ് ഔട്ട്സ്റ്റാൻഡിങ് ടുഡേ. അസാധ്യമായിട്ടൊന്ന് ആ പാട്ടിനുള്ള ഫീൽ മോള് കൊടുത്തു. ഇതിനേക്കാളും ഈ പാട്ട് ബെറ്റർ ആക്കാൻ പറ്റുമോ എന്ന് ലൈവിൽ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. ബിക്കോസ് അത്രയും ഓണസ്റ്റായിട്ട് നിങ്ങൾ 3 പേരും ഈ പാട്ടിനെ സമീപിച്ചു. നന്ദി മാത്രമേ ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് ക്രിയേറ്റ് ചെയ്ത ആ മഹാൻ ഇളയരാജ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ സിനിമ നിർമ്മിക്കുകയും കഥ എഴുതുകയും ചെയ്തത് രജനീകാന്താണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിനും ഒരു താങ്ക്സ് ഫോർ ക്രിയേറ്റിംഗ് സച്ച് എ മൂവി. അല്ലെങ്കിൽ ഈ പാട്ട് ഉണ്ടാവില്ലായിരുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പം ഗ്രീഷ്മകുട്ടി, ഇനി മാർക്സിന്റെ കാര്യം എത്ര എക്സ്പെക്ട് ചെയ്യുന്നു? എന്താണോ തരുന്നത് പോട്ടെ. വർഷ and അനാമിക, നിങ്ങൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നു? 95-94. വർഷ സെയിം. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അനുവേട്ട, I'll start with you on 30. മോളെ, my score is 29 out of 30. 29 on 30. Style, attitude and performance was very good. 3.75 out of 4. താങ്ക് യു അനുവേട്ട. റിമി ചേച്ചി? സെയിം 29. താങ്ക് യു ചേച്ചി. 3 on 3. താങ്ക് യു റിമി ചേച്ചി. ബിചേട്ടാ? 29 താങ്ക് യു and 3 full marks. താങ്ക് യു ബിചേട്ടാ. ഗ്രീഷ്മ? ടോട്ടൽ സ്കോർ ഈസ് 96.75 on 100. തെറ്റിപ്പോയി മോളെ. വർഷ? And അനാമികയ്ക്കും വർഷയ്ക്കും 100 each. Yeah. Thank you. അപ്പൊ മാർക്ക് വാരിക്കോരി ഒരു പെർഫോമൻസ് ആണ്. ഗ്രീഷ്മ ഹാപ്പി ആയില്ലേ? ഒരുപാട് ഹാപ്പി അല്ലേ? ഇവരടുത്ത് രണ്ടുപേരെടുത്തും സ്പെഷ്യൽ ആയിട്ട് താങ്ക്സ് പറയണം, സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം അല്ലേ വർഷ? അല്ലേ? ഓക്കെ, അപ്പം അടുത്ത പെർഫോമൻസിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ വളരെ മനോഹരമായ 3 പെർഫോമൻസുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഞാനൊരു കാര്യം റിമൈൻഡ് ചെയ്യുന്നു. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. ബൈ സേയിങ് ദാറ്റ്, ദിസ് ഇസ് മീ മേഘ്ന സൈനിങ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.